എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും കണക്റ്റ് ആകുന്ന കാര്യങ്ങളാണോ ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് കണക്റ്റ് ആവുന്ന, ഉറപ്പായിട്ടും കണക്റ്റ് ആവാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില ആളുകൾ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വണ്ടി പുതുതായി വാങ്ങിയിരുന്നു. ഇപ്പോൾ പലതവണയായിട്ട് നമ്മളിങ്ങനെ വണ്ടികളൊക്കെ മാറി വാങ്ങിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം വലിയ എക്സൈറ്റ്മെൻറ്റുകളോ അതങ്ങനെ ആളുകളെ അറിയിക്കണമെന്നുള്ള ആഗ്രഹമോ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സ്റ്റാറ്റസോ കാര്യങ്ങളൊന്നും ഇട്ടില്ല. എന്നാണെങ്കിലും എൻ്റെ അനിയൻ ഇട്ട സ്റ്റാറ്റസിൽ നിന്ന് ചില ആളുകളൊക്കെ മനസ്സിലാക്കി ഞാനൊരു ഇലക്ട്രിക് കാറാണ് വാങ്ങിയത് എന്നുള്ളത്. അപ്പോൾ മുന്നേ ഒരു വീഡിയോയിൽ ഞാനൊരു എക്കോസ്പോർട്ട് വാങ്ങിയ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ട് ഒരു ഇലക്ട്രിക്കിലേക്ക് ഞാൻ മാറിയതിൻ്റെ കാരണങ്ങളെക്കുറിച്ചിട്ടൊക്കെ ആളുകൾ ചോദിക്കുകയുണ്ടായി. അത് ഈ ഒരു കാലഘട്ടത്തിൽ പല ആളുകളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഒരു ഇലക്ട്രിക്കിലേക്ക് മാറുന്നത് എന്ത് കാര്യങ്ങളെ നമ്മൾ മാനദണ്ഡമാക്കിയിട്ടാണ്? അതേപോലെ തന്നെ ഞാൻ ഇലക്ട്രിക് കാറുകളെ ഒന്നും അത്രയധികം വലിയ കാര്യമായിട്ട് റിലയബിൾ ആണ് എന്ന് പറയാത്ത ഞാൻ ഇലക്ട്രിക്കിലേക്ക് മാറിയത് എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്തത്? നമ്മളുടെ ചാനലിൻ്റെ ഒരു മൂഡ് അതല്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഒരു മേഖല അതല്ലല്ലോ എന്നൊക്കെ പുതുതായി ഈ ഒരു ചാനലിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ തോന്നാം. അത് സിമ്പിളായിട്ടുള്ള ഒരു അനുഭവം കൊണ്ടാണ്. ഞാനൊരു ടാറ്റയുടെ കാറ് വാങ്ങിച്ചിരുന്നു. ഈ ടാറ്റയുടെ കാറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് വാങ്ങുന്ന ആൾ ആര് സഞ്ചരിക്കാത്ത വഴികളിൽ കൂടെയൊക്കെ സഞ്ചരിക്കുന്നതും, അതേപോലെ തന്നെ അവരിൽ ചില ആളുകളൊക്കെ മെക്കാനിക്കായിട്ട് മാറുന്നതും, ചില ആളുകൾ വർക്ക്ഷോപ്പ് തുടങ്ങുന്നതും, അതേപോലെ തന്നെ ജീവിതകാലം മുഴുവൻ എൽബോർഡ് ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന കോൺഫിഡൻസിലുള്ള സ്ത്രീ സുഹൃത്തുക്കളൊക്കെ മെക്കാനിക്കലായിട്ടൊക്കെ മാറുന്ന വാർത്തകളൊക്കെ നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇൻഫോ പാർക്കിലേക്ക് എല്ലാ ദിവസവും വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു യുവതി എല്ലാ ദിവസവും ഗേറ്റിൽ ചെന്ന് വണ്ടി നിൽക്കുന്ന ഒരു സമയത്ത് സ്ക്രൂ ഡ്രൈവറുമായിട്ട് ഇറങ്ങി വരുന്നതൊക്കെ നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടില്ലേ? അതേപോലെ ഞാൻ ആർജിച്ചെടുത്ത, ഞാൻ കടന്നുപോയൊരു വഴിയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ള പണികൾ ഇങ്ങനെ വീഡിയോയിലൂടെ പങ്കുവെക്കുക എന്നുള്ളത്. പങ്കുവെക്കാതിരുന്നു കഴിഞ്ഞാൽ അവരതിനൊരു പരിഹാരവും ഉണ്ടാക്കി തരാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാനത് വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. എന്താണെങ്കിലും ആ ഒരു കേസിൽ ഞാൻ തോറ്റ് തുന്നം പാടി. അവസാനം ഞാനത് കിട്ടുന്ന വിലയ്ക്ക് സ്വന്തമായി വർക്ക്ഷോപ്പുള്ള ഒരാൾക്ക് കൊടുത്തു. അയാളത് നല്ല രീതിയിൽ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ആൾ ഹാപ്പിയാണ്. എനിക്ക് സ്വന്തമായിട്ട് മെക്കാനിക്കൽ സ്കില്ലില്ലാത്തതുകൊണ്ടും സ്വന്തമായിട്ട് വർക്ക്ഷോപ്പോ ടൂൾസോ ഇല്ലാത്തതുകൊണ്ടും എനിക്ക് ആ ഒരു വണ്ടി പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നെ ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല എന്നുള്ളതാണ് ഒരു ടാറ്റ കാർ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. വീണ്ടും അങ്ങനെ ഒരു ചിലവരുടെ ശരിയാവും എൻ്റെ ശരിയാവുമോ എന്നുള്ളൊരു ഡൗട്ടിൽ പരീക്ഷിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇനി ടാറ്റയിലേക്ക് പോകുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തു. അതേപോലെ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കും ഈ ഒരു ബ്രാൻഡ് റെക്കമെൻഡ് ചെയ്യാറില്ല. പൊതുവേ ഇന്ത്യൻ ബ്രാൻഡുകൾ വാഹനങ്ങളുടെ കാര്യത്തിൽ റെക്കമെൻഡ് ചെയ്യുന്നതിൽ ഞാൻ വല്ലാതെ മടി കാണിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ 2 ഇന്ത്യൻ ബ്രാൻഡുകളുടെ വാഹനങ്ങളുണ്ടായിരുന്നു. ഒന്ന് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഹിമാലയൻ ബൈക്കും, അതേപോലെ തന്നെ ടാറ്റയുടെ ഒരു കാറും. ഈ 2 വണ്ടികൾക്കും നല്ല മെയിൻ്റനൻസ് കോസ്റ്റാണ്. ഈ 2 വണ്ടികളുടെയും സ്പെയർ പാർട്സുകൾ എന്ന് പറയുന്നത് ചീപ്പ് ക്വാളിറ്റിയിലുള്ള പാർട്സുകളായിരുന്നു. ഒടുക്കത്തെ ബില്ലുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിയ എൻ്റെ ഹിമാലയൻ ബൈക്ക് സർവീസ് ചെയ്ത സമയത്ത് കിട്ടിയ ബില്ല് 6,000 രൂപയാണ്. കുറേ സാധനങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് പോകുന്ന സാധനങ്ങളാണോ ഇതിൽ ഉള്ളത് എന്ന് ഞാൻ ആലോചിച്ച് പോയി. അപ്പോൾ അതാണ് ഈ ഇന്ത്യൻ ബ്രാൻഡുകളുടെ ഒരു പ്രശ്നം. അതേപോലെ തന്നെ ഈ വണ്ടികളുടെയൊക്കെ സർവീസ് എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ സർവീസ് സെൻറ്റേഴ്സ് എടുത്തിട്ടുള്ള ആളുകൾക്ക് ഒത്തിരിയധികം പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം മാത്രമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. 15,000 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് പറയുന്ന ടാറ്റയുടെ വണ്ടി 7,500 കിലോമീറ്ററിൽ ഓരോ സർവീസ് വെച്ചിട്ടുണ്ട്. അത് ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. അതിനുമുണ്ട് നല്ല ഭീമമായിട്ടുള്ളൊരു ബില്ല്. മൊത്തത്തിൽ ആദ്യഘട്ടത്തിൽ ഇത്തിരി പണം കുറവാണ് എന്ന് നമുക്ക് തോന്നുമെന്നുണ്ടെങ്കിലും പിന്നീട് ചിലവുകളുടെ ഒരു ഘോഷയാത്ര തന്നെ പലപ്പോഴും ടാറ്റ ഓണർഷിപ്പിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ഓടിച്ച്, വേറെ വഴിയില്ലല്ലോ, വണ്ടി എടുത്തു പോയില്ലേ, ലോണൊക്കെ ഇട്ട് എടുത്തതല്ലേ, ഓടിച്ചിട്ടൊക്കെ തന്നെയാണ് വണ്ടി കൊടുത്തത്. ഞാൻ അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടി 3 വണ്ടികളെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഞാനൊരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അത് കൊടുത്തിട്ടാണ് ന്യായമായിട്ടുള്ള കിലോമീറ്റർ ഓടി, 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയതിന് ശേഷം അത് കൊടുത്തിട്ടാണ് ഒരു ടാറ്റ നെക്സോൺ എടുത്തത്. ആ ഒരു സമയത്ത് ഞാൻ വണ്ടിയെക്കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഓവറോൾ ഔട്ട്ലുക്ക്, ഓടിക്കുമ്പോഴുള്ള ഒരു സുഖം, അതേപോലെ തന്നെ PR ക്യാമ്പയിനിലെ സേഫ്റ്റി, അതൊക്കെയാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു റിലയബിലിറ്റിയാണ് ഒരു കാർ ഓണർഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം അല്ലെങ്കിൽ വഴിയിൽ കിടക്കുന്നതിനേക്കാളും ദുരിതം പിടിച്ച ഒരു പരിപാടി വേറെയില്ല. ഞായറാഴ്ചയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതും ഈ ഇന്ത്യൻ ബ്രാൻഡുകളുടെയൊക്കെ ഓൺ റോഡ് സർവീസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഫോൺ പോലും എടുക്കാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ നെക്സോൺ എടുത്തു, അതൊരു 10-70 കിലോമീറ്ററൊക്കെ ഓടിയ സമയത്ത് തന്നെ അതുവരെ എന്നും പണികളുടെ ഘോഷയാത്രയാണെന്നുണ്ടെങ്കിലും അവസാനം അത് എൻജിൻ പണിയിലേക്ക് എത്തിയ സമയത്ത് അത് കൊടുത്തൊഴിവാക്കിയതാണ്. പിന്നീട് ഒരു വണ്ടി എടുക്കണമല്ലോ. സാധാരണ നമ്മളൊരു വണ്ടി ഉപയോഗിച്ച് അത് കൊടുത്തടുത്ത് എടുക്കാൻ നേരത്ത് ഈ വിറ്റ വണ്ടിയുടെ പൈസ നമ്മുടെ കയ്യിൽ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഉണ്ടാവും. അത് നല്ലൊരു തുക ഉണ്ടാവും. പക്ഷേ ഈ ടാറ്റയുടെ കാര്യത്തിൽ വിറ്റപ്പോൾ ഒന്നും കിട്ടിയില്ല. നഷ്ടത്തിലാണ് കൊടുത്തത്. സീറോ ബാലൻസാണ് അടുത്ത വണ്ടി എടുക്കാൻ വേണ്ടി.
ആ ഒരു സമയത്ത് വേറൊരു വലിയ ട്രോമ കൂടി ഉണ്ടല്ലോ. കാരണം നമുക്കൊരു പുതിയ വണ്ടി എടുത്തിട്ട് പണി കിട്ടി. അപ്പോൾ ഏത് വണ്ടിയിലേക്ക് പോകും? പുതിയ വണ്ടികളൊക്കെ ഏത് നോക്കിയാലും ഒരു പേടിയാണ്. പിന്നെ എല്ലാത്തിനും നല്ല എമൗണ്ടാണ്. ഇപ്പോൾ നമ്മുടെ നെക്സോൺ ലെവലിലുള്ള അല്ലെങ്കിൽ എക്കോസ്പോർട്ട് ലെവലിലുള്ള ഒരു ഡീസൽ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി എടുത്തിട്ട് അതിന് ഡീസലും കൂടെ അടിക്കുക. ഇപ്പോൾ ആ വണ്ടിക്കൊക്കെ ഒരു 10-20 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കൊക്കെ വില എത്തിയിട്ടുണ്ടല്ലോ ഡീസൽ വണ്ടികൾക്കൊക്കെ, ആ ഒരു സെഗ്മെൻറ്റിൽ. അപ്പോൾ അതെടുത്തിട്ട് ഡീസലും കൂടെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മന്ത്ലി ബഡ്ജറ്റ് കടന്നു പോകുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ മരവിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ ഫോർഡ് എക്കോസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, യൂസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എൻ്റെ മുന്നിലേക്ക് വന്നത്. ഒത്തിരി നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു വണ്ടിയാണ് ഈ റിലയബിൾ ആയിട്ടുള്ള ഫോർഡ് എക്കോസ്പോർട്ട് എന്ന് പറയുന്നത്. അതേപോലെ ഞാൻ ഉപയോഗിച്ചതിൽ കണ്ണടച്ച് റിലയബിലിറ്റിയുടെയും ഡ്രൈവബിലിറ്റിയുടെയും കാര്യത്തിൽ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വണ്ടിയും ഈ 2019-2018 എക്കോസ്പോർട്ടാണ്. ഇതിൻ്റെ 1.5 ലിറ്റർ TDCI എഞ്ചിൻ നൽകുന്ന ഒരു മൂഡ് അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ ഒരു 7 ലക്ഷം രൂപയ്ക്കൊക്കെ നല്ലൊരു ഡീസൽ കാർ, നല്ല മൈലേജ് ഉള്ള, നല്ല സേഫ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു ഡീസൽ കാറൊക്കെ യൂസ്ഡ് നോക്കുന്ന ആളുകൾക്ക് ഈ എക്കോസ്പോർട്ട് ഒരു കിടിലൻ സംഭവമാണ്. പിന്നെ നെഗറ്റീവും കൂടെ പറയണമല്ലോ, ശരിയാണ്. പിൻ സീറ്റിലെ കംഫർട്ട് കുറവാണ്, മാനുവൽ ഗിയർ ബോക്സ് ആണ്, ക്ലച്ച് ഇത്തിരി ടൈറ്റ് ആണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എക്കോസ്പോർട്ടിൻ്റെ ഒരു മൂഡ് അത് ഓടിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, അത് വേറെ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എക്കോസ്പോർട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ആ വണ്ടി മാറ്റിയിട്ട് മറ്റൊരു ഡീസൽ വണ്ടി എടുക്കുന്ന സമയത്ത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. കാരണം ആ വണ്ടിയുടെ ക്വാളിറ്റി ഉള്ള, റിലയബിലിറ്റി ഉള്ള ഒരു വണ്ടി ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലില്ല. ഇപ്പോൾ മാർക്കറ്റിൽ നല്ല രീതിയിൽ വിറ്റ് പോകുന്ന ഒരു വണ്ടി വാങ്ങിയാലും അതിൻ്റെ വില വെച്ച് നോക്കുന്ന സമയത്ത് അത് എക്കോസ്പോർട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒട്ടും വെർത്തായിട്ട് നമുക്ക് തോന്നത്തുമില്ല. ഇനിയിപ്പോൾ ഈ ദിവസങ്ങളിൽ വന്ന മെസ്സേജിലെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ചേട്ടാ ഇത്ര മൈലേജ് ഉള്ള റിലയബിൾ ആയിട്ടുള്ള എക്കോസ്പോർട്ട് കൊടുത്തിട്ട് ഈ ക്രെറ്റ EV വാങ്ങിയത്? ചേട്ടനും ഇലക്ട്രിക്കിലേക്കാണോ പോകുന്നത്? ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിന് ആൻസർ ചെയ്യാം. ഡീസലിൽ നിന്ന് EVയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഉപകരിക്കും. ഒന്നാമതായിട്ട് കിലോമീറ്ററുകളുടെ കണക്ക് എൻ്റെ കാര്യം വെച്ചിട്ട് ഞാൻ പറയാം. ഞാൻ എക്കോസ്പോർട്ട് എടുത്ത സമയത്ത് എൻ്റെ ഫിക്സഡ് ഡെയിലി കമ്മ്യൂട്ട് 40 കിലോമീറ്റർ മാത്രമായിരുന്നു. മാസം ഒരു 1500-2000 കിലോമീറ്ററൊക്കെ മാക്സിമം. ആഴ്ചയിൽ ഒരു ലോങ് മാത്രം അന്നൊക്കെ വരാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ വൈഫിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് എനിക്ക് താമസം ഒന്ന് മാറേണ്ടി വന്നു. വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കോളേജ് ഇപ്പോൾ താമസിക്കുന്ന ഇടത്ത് നിന്നും ഒരു 55 കിലോമീറ്റർ വൺ സൈഡ് അകലെയായി. അപ്പം അപ്പ് ആൻഡ് ഡൗൺ നോക്കുമ്പോൾ ഡെയിലി ഏകദേശം 110 കിലോമീറ്റർ ഓടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഈ 110 കിലോമീറ്ററായി ചിലവുകൾ കൂടി കോളേജിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുടുംബവുമായിട്ട് മാറി താമസിക്കാനായിട്ടൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു കോസ്റ്റ് അനാലിസിസ്, ഇതിൻ്റെ ഒരു കോസ്റ്റ് അനാലിസിസ് വെച്ചിട്ടാണ് ഞാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എൻ്റെ പ്രതിദിന ഇന്ധന ചെലവെന്ന് പറയുന്നത് 600-650 രൂപയായിരുന്നു. മിനിമം 600-650 രൂപയൊക്കെ കോളേജിൽ പോകാൻ വേണ്ടി വരും. അപ്പോൾ പ്രതിമാസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20 കോളേജ് ദിനങ്ങൾ മാത്രം നോക്കിയാൽ 13,000 രൂപയുടെ ഡീസൽ വേണം. ഇനിയിപ്പോൾ മറ്റ് യാത്രകളൊക്കെ ഉണ്ടല്ലോ, അവധി ദിവസങ്ങളിലെ ലോങ് ട്രിപ്പുകളും ഫാമിലി ട്രിപ്പുകളും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ മാസം ഒരു 3200 കിലോമീറ്ററൊക്കെ മിനിമം അങ്ങോട്ട് ഓടും. അപ്പോൾ ആകെ ചിലവ് നോക്കുന്ന സമയത്ത് ലിറ്ററിന് 19 മൈലേജ് വെച്ച് കൂട്ടിയാൽ പോലും 16,000 രൂപ ഇന്ധനത്തിന് വേണ്ടി മാത്രമാകും. ഇതോടൊപ്പം കിലോമീറ്ററിന് 1 രൂപ മാത്രം മെയിൻ്റനൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 16,000 പ്ലസ് 3,200 എത്രയായി? ഏകദേശം 20,000 രൂപ അടുത്ത് വന്നില്ലേ? ഇതിനോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, എത്ര റിലയബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണെന്നുണ്ടെങ്കിലും പഴകും തോറും അതിന് അതിൻ്റേതായിട്ടുള്ള മെയിൻ്റനൻസുകളൊക്കെ വരും. വെറും ഇന്ധനത്തിനും തേയ്മാനത്തിനും വേണ്ടി മാത്രം ഞാൻ ഒരു മാസം കത്തിച്ച് കളയുന്ന ക്യാഷ് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. അതേപോലെ ഇതെൻ്റെ പേഴ്സണൽ യൂസാണ്. ഡെയിലി 3,000 രൂപ വരുമാനം കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഒരു 600 മുടക്കുന്നത് പോലെയല്ല. ഞാനിപ്പോൾ കോളേജിലേക്കാണല്ലോ പോകുന്നത്, എന്നാലും കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തേനെ. പക്ഷേ അടുത്ത കണക്ക് നിങ്ങളൊന്ന് കേൾക്കണം. യൂസ്ഡ് കാർ ലോൺ എന്ന് പറയുന്ന വലിയൊരു ഫിനാൻഷ്യൽ ട്രാപ്പ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ടാറ്റ നെക്സോൺ വിറ്റൊഴിവാക്കേണ്ടി വന്ന സമയത്ത്, അത് വിറ്റൊഴിവാക്കിയ സമയത്ത് എനിക്ക് ഒന്നും കയ്യിൽ മിസ്സായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് എൻ്റെ സഹോദരിയുടെ വിവാഹമൊക്കെ ആയി ബന്ധപ്പെട്ട് കുറച്ച് ചിലവുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു യൂസ്ഡ് കാർ ലോൺ എടുത്തിട്ടാണ് എക്കോസ്പോർട്ട് വാങ്ങുന്നത്. ഈ സെക്കൻഡ് ഹാൻഡ് കാറ് നിങ്ങൾ എത്ര ലാഭത്തിൽ കിട്ടിയെന്ന് പറഞ്ഞാലും, എത്ര റിലയബിൾ ആയിട്ടുള്ള വണ്ടി നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞാലും, അതൊരു യൂസ്ഡ് കാർ ലോൺ വെച്ചിട്ടാണ് എടുത്തത് എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ലോസാണ്. കാരണം അത്രയധികം പലിശ അതിനുണ്ട്. പുതിയ കാർ ലോണിന് 7.5 മുതൽ പലിശ ആരംഭിക്കുന്ന സമയത്ത് യൂസ്ഡ് കാറിന് 12 മുതൽ 15% വരെയൊക്കെയാണ് പലിശ. അതിന് മുകളിലേക്കൊക്കെ ചില ആളുകളിൽ നിന്ന് പലിശ ഈടാക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പം എൻ്റെ എക്കോസ്പോർട്ടിൻ്റെ യൂസ്ഡ് കാർ ലോൺ ആണല്ലോ, അതിൻ്റെ EMI മാത്രം മാസം 17,000 രൂപ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ കാണിച്ച അബദ്ധങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട അബദ്ധമായിട്ട് എനിക്കത് പിന്നീട് തോന്നി. അങ്ങനെ വരുമ്പോൾ ആകെ മാസച്ചെലവ് എത്രയായി? 22,000 റണ്ണിങ് കോസ്റ്റ് പ്ലസ് 17,000 EMI. ഏകദേശം 37,000 രൂപയാണ് വണ്ടിക്ക് വേണ്ടി മാത്രം ഒരു മാസം മാറ്റിക്കൊണ്ടിരുന്നത്. മന്ത്ലിയുള്ള ഫ്യൂവൽ ബില്ലും മൊത്തം ചെലവുകളിലും എന്തൊക്കെയോ താളപ്പിഴകൾ കണ്ടു തുടങ്ങിയ സമയത്താണ് ഞാൻ ഇതിങ്ങനെ കാര്യമായിട്ട് അങ്ങോട്ട് ചിന്തിച്ചത്. ഇവിടെയാണ് ആ ഒരു ചോദ്യം വന്നത്, ഇതൊരു ട്രാപ്പ് അല്ലേ? എന്തൊക്കെയാണെങ്കിലും ഇത് പഴയ ഒരു ഡീസൽ വണ്ടിയാണ്.
പെട്രോളിൽ E20 വന്നതുപോലെ ഡീസലിലും എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മുന്നേ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന മൈലേജ് ഒന്നും പിന്നീട് കിട്ടാനായിട്ടുള്ള സാധ്യതയില്ല. വണ്ടിക്കും എന്തെങ്കിലും പണികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഹെവി ഇൻട്രസ്റ്റ് ലോണാണ്. ഇത് അടച്ച് തീരുമ്പോഴത്തേക്ക് നല്ലൊരു തുക പലിശ ഇനത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് അവർ ഈടാക്കും. അതേപോലെ തന്നെ ഈ ഒരു വണ്ടി ഇത് ഇത്തിരി ഓൾഡ് ജനറേഷൻ വണ്ടിയാണ്, മാനുവൽ ഗിയറൊക്കെയാണ്. ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മാത്രമേ ഓടിക്കാറുള്ളൂ. വൈഫ് ഓട്ടോമാറ്റിക് കാറുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം ഓടിക്കാറില്ല. അങ്ങനെ മൊത്തത്തിൽ നോക്കിയപ്പം എൻ്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, യൂസ്ഡ് കാർ ലോൺ വന്ന സമയത്താണ് എൻ്റെ കേസിൽ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ലാഭകരമായിട്ട് അങ്ങോട്ട് തോന്നിയില്ല. ഇനി എങ്ങനെയാണ് ഹ്യുണ്ടായി ക്രെറ്റ EVയിലേക്ക് ആ ഒരു ഡിസിഷനിലേക്ക് വന്നത് എന്ന് ഞാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ, ഈ കാൽക്കുലേഷൻസ് നിങ്ങളോട് മാത്രമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. അതിനു മുന്നേ ഞാൻ ഒരാളോട് ഇത് പറഞ്ഞിട്ടുള്ളൂ, ChatGPTയോട്. ഞാൻ ഈ കംപ്ലീറ്റ് റിയാലിറ്റി അവിടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഗംഭീരമായിട്ടുള്ള കാൽക്കുലേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ AI വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആണല്ലോ. നമ്മുടെ ടോട്ടൽ കിലോമീറ്റർ പറഞ്ഞ്, നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് പറഞ്ഞ്, ലോണിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളുടെ മന്തിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന എമൗണ്ട് പറഞ്ഞ് മൊത്തത്തിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഈ ChatGPT പോലുള്ള സംവിധാനങ്ങളാണ്. അങ്ങനെ ChatGPT കൊണ്ടുപിടിച്ച് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ നടത്തി എൻ്റെ ഒരു കംഫർട്ടും ഒക്കെ പുള്ളിക്കാരൻ മനസ്സിലാക്കി, എൻ്റെ ഒരു ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ടുവന്ന് എത്തിച്ചതാണ് ഒരു EV കാറിലേക്ക്. അപ്പോൾ ഒരു EV കാറിലേക്ക്, ഈ ക്രെറ്റ EVയിലേക്കൊക്കെ ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് 8,000 രൂപ എനിക്ക് മന്ത്ലി സേവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹം എൻ്റെ ഇൻവെസ്റ്റിംഗ് പരിപാടികളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് സജസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്. ഈ 8,000 രൂപ നിങ്ങൾ മന്ത്ലി SIP ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ ഇത്രയൊക്കെയാണ്. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. എന്നാലും ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഈ വാഹനങ്ങളോടൊക്കെ വണ്ടി പ്രേമികൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എനിക്ക് എക്കോസ്പോർട്ടിനോട് വല്ലാത്ത ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് മന്ത്ലി നല്ല പൈസ പോകുന്നുണ്ട്. ഞാനിങ്ങനെ മറ്റേ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിൽക്കുകയാണ്. ഏതായാലും ഞാൻ മനസ്സോടെ എക്കോസ്പോർട്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അവിടെ ഞാൻ അപ്പോഴേ തീരുമാനിച്ചൊരു കാര്യമുണ്ട്, നല്ല വില കിട്ടിയാലേ കൊടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള, ഒരു പണികളും ഇല്ലാത്ത 4 പുതിയ ടയറൊക്കെ ഉള്ള വണ്ടിയാണ്. എനിക്ക് അത്യാവശ്യം പൈസ മുടക്കുണ്ട്. ഞാനത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണല്ലോ. പക്ഷേ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോഴാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ സംഭവിക്കുന്നത്. ഇപ്പോൾ ഡീസൽ കാറുകൾക്ക് തീരെ മാർക്കറ്റില്ല. കാരണം ഡീസൽ കാറുകൾ എടുക്കാൻ, മൈലേജിന് വേണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ സെയിം പ്രൈസ് ടാഗിൽ കിട്ടുന്ന EV കാറുകളിലേക്കൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂസ്ഡ് കാർ സെഗ്മെൻറ്റിലും ഡീസൽ, ഈ എക്കോസ്പോർട്ട് പോലെയുള്ള കാറുകൾക്ക് ആവശ്യക്കാർ വളരെ കുറവാണ്. അപ്പോൾ ആ കാറുകൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഫിനാൻസ് ഒന്നും ഇടാതെ എടുക്കാൻ ആഗ്രഹിക്കുന്ന എന്തൂസിയാസ്റ്റുകളായിട്ടുള്ള ആളുകൾ മാത്രം അതിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബയ്യേഴ്സിൻ്റെ ഒരു കൂട്ടമാണ്. അവരിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സ് വിചാരിക്കുന്നുണ്ട്, നഷ്ടത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടോട്ടൽ കാൽക്കുലേഷൻ മൊത്തത്തിൽ പാളും. അതുകൊണ്ട് നല്ല വില കിട്ടുകയാണെങ്കിൽ കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ വണ്ടി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് അങ്ങോട്ട് പിന്മാറാം എന്നുള്ള രീതിയിലേക്കൊക്കെയാണ്. വീണ്ടും ഞാൻ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ChatGPTയോട് ചോദിച്ചു. അപ്പോൾ ChatGPT പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഇത്ര എക്സ്പെൻസ് വരും, നിങ്ങൾക്ക് ലോസ് വരും, അപ്പോൾ നഷ്ടത്തിൽ കൊടുക്കുക. എന്നാലും ഞാൻ നഷ്ടത്തിൽ കൊടുക്കണം എന്ന് വിചാരിച്ചില്ല. ഞാനതിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഞാൻ ഈ പുതിയൊരു കാർ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോയി. ആ ഒരു സമയത്ത് ഞാൻ എടുത്ത ഒരു പുതിയ ഡിസിഷൻ ഉണ്ട്. ഈ തവണ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഡീലേഴ്സിൻ്റെ അടുത്തു നിന്നെല്ലാം കോട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്തിട്ട് വണ്ടി എടുക്കുന്നുള്ളൂ. കാരണം ഞാൻ ഓൾറെഡി ഒരു ലോസിൽ കൂടെ പോകുന്നു എന്നുള്ളൊരു ചിന്തയിലാണല്ലോ നിൽക്കുന്നത്. എക്കോസ്പോർട്ടിന് നല്ല വില കിട്ടില്ല എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പലയിടത്തു നിന്നും കേൾക്കുന്നു. മൊത്തത്തിൽ മാർക്കറ്റ് ഡൗൺ ആണെന്ന് കേൾക്കുന്നു. അപ്പം ഞാൻ അവിടെ ഉറപ്പിച്ചൊരു കാര്യമുണ്ട്, എനിക്ക് ലാഭമൊന്നും വേണ്ട, എനിക്ക് നഷ്ടം ഉണ്ടാവാതിരുന്നാൽ മതി. ചെറിയ നഷ്ടം സഹിക്കാനും ഞാൻ റെഡിയാണ്. അതുപോലുമല്ല, വലിയ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമെന്നൊക്കെയാണ് ആളുകൾ എന്നോട് പറഞ്ഞത്. കാരണം ഈ ലോൺ ക്ലോസ് ചെയ്യണ്ടേ, ഇത്ര ഇൻട്രസ്റ്റ് ഉള്ള ലോൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്ലോസർ ചാർജ് കാര്യങ്ങൾ കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെയാണ് മാർക്കറ്റ് മൊത്തത്തിൽ നിൽക്കുന്നത്. എല്ലാം നഷ്ടമാവാതിരിക്കാൻ വേണ്ടി പല ഇടത്തു നിന്ന് കോട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ബാർഗെയിൻ ചെയ്തു. എനിക്ക് ചെറിയ വിഷമമൊക്കെ വന്നു. കാരണം അവസാനം എനിക്ക് നല്ലൊരു കോട്ടിലേക്ക് എത്തുന്ന സമയത്ത് തൊട്ട് മുന്നേ ചെറിയ പ്രൈസ് ഡിഫറൻസിൽ ഒരു കോട്ട് തന്ന ഷോറൂമിലെ ഒരു സ്ത്രീ, അദ്ദേഹം കരയൊക്കെ ചെയ്തു, ഞങ്ങൾക്ക് ഇത് കുറച്ച് തരാൻ പറ്റത്തില്ല സാറേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ആ ഒരു 7,000 രൂപ പോലും ആ ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനായിട്ടാണ്, നമുക്ക് ഏറ്റവും കുറഞ്ഞ കോട്ട് കിട്ടിയ SS ഹ്യുണ്ടായി തിരുവല്ല, പത്തനംതിട്ട, അവരുടെ അടുത്ത് നിന്ന് ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടിയുള്ള ഒരു ബുക്കിംഗ് കൊടുത്തു. അശ്വിൻ എന്ന് പറയുന്ന ഒരു നല്ല വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നല്ല മിടുക്കനായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവാണ് എനിക്ക് വണ്ടി തന്നത്.
അപ്പോൾ അദ്ദേഹം വളരെ സപ്പോർട്ടീവായിട്ട് നിന്ന് വണ്ടി ഡെലിവറി ചെയ്യുകയായിരുന്നു. ഇതേ സമയം നമ്മുടെ എക്കോസ്പോർട്ട് നിരാശപ്പെടുത്തിയില്ല, അവിടെയും നിരാശപ്പെടുത്തിയില്ല. പറ്റിയ ബയർ അതിന് വന്നു. എനിക്ക് ₹1 പോലും ലാഭമൊന്നുമില്ല, ഒരു 10,000 രൂപ നഷ്ടമൊക്കെ ഉണ്ട്. എന്നാലും അത് ഈ വണ്ടിയുടെ കാര്യത്തിൽ സ്വാഭാവികമാണ്. എക്കോസ്പോർട്ട് ആയതുകൊണ്ട് മാത്രമാണ് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഈ പലപ്പോഴും നഷ്ടം വരാത്തത്. പിന്നെ ഞാൻ കുറച്ച് മാസങ്ങളെ ആ വണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. ലോസ് ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ അത്യാവശ്യം ഓടിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാനും ഹാപ്പിയാണെന്ന് തന്നെ പറയാം. ഇനി ഈ ടോട്ടൽ ഡീൽ എനിക്ക് എന്ത് നൽകിയെന്ന് ഞാൻ പറയാം. പെട്രോളിയം കമ്പനികൾക്ക് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരുന്ന 20,000 രൂപ അടുപ്പിച്ചുള്ള ഒരു എമൗണ്ട് ഞാൻ എൻ്റെ കംഫർട്ടിന് വേണ്ടി തന്നെ പുതിയ കാറിൽ അങ്ങോട്ട് നിക്ഷേപിച്ചു. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക്, ശബ്ദമൊന്നുമില്ലാത്ത, സൈലൻ്റ് ആയിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള പുതിയൊരു കാർ കിട്ടി. നിലവിൽ നാട്ടിൽ ഓടുന്ന ഏത് കാറിനെയും, ഇലക്ട്രിക് അല്ലാത്തതിനെ കേട്ടോ, സിമ്പിളായിട്ട് പാട്ടും പാടി ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന പവറുള്ള ഒരു കാറാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത്. അതേപോലെ പലിശ കുറഞ്ഞതുകൊണ്ട് എൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് മൊത്തത്തിലൊന്ന് ബാലൻസ്ഡ് ആയി. എക്കോസ്പോർട്ടിൻ്റെ 3 ഇരട്ടി വിലയുള്ള വണ്ടിയും കിട്ടി, അതിലും കുറഞ്ഞ ചിലവിൽ എനിക്കത് ഓടിക്കാനായിട്ടും പറ്റുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫുള്ള് റേഞ്ച് മാറി, ക്ലാസ് മാറി, പക്ഷേ എക്സ്പെൻസ് മറ്റതിനേക്കാളും 8,000 രൂപ കുറവാണ്. ഇതേ സെഗ്മെൻറ്റിലുള്ള ഇതേ കംഫർട്ടുള്ള ഒരു പെട്രോൾ ഓർ ഡീസൽ കാർ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ബഡ്ജറ്റ്? ഒരു 10-25 ലക്ഷം രൂപയൊക്കെ ഇതോട് അടുപ്പിച്ചിട്ടുള്ള ഒരു തുക തന്നെയാവും. അത് മാത്രം കൊടുത്താൽ മതിയോ? ഇല്ല, അതിൻ്റെ EMI പ്ലസ് വീണ്ടും ഫ്യൂവൽ കോസ്റ്റ് വരും. അപ്പോൾ ഒരു 50 രൂപയൊക്കെ അടുത്ത് ഒരു എക്സ്പെൻസ് വരും. അതെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. എനിക്ക് മൊത്തത്തിൽ ഒരു 30-32 രൂപ അല്ലെങ്കിൽ 35 രൂപയിലൊക്കെ നിൽക്കുന്ന ഒരു എക്സ്പെൻസിലേക്ക് വന്നെങ്കിൽ മാത്രം അഫോർഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് ആ ഒരു സെഗ്മെൻറ്റിലേക്ക് പോകാനും പറ്റി. എന്നാൽ ഈ ഫ്യൂവലിൽ നമുക്ക് ലാഭം കിട്ടുന്നതുകൊണ്ട് മൊത്തത്തിൽ ഇത് ബ്രേക്ക് ഇവനായിട്ട് പോകുന്നുണ്ട്. ഇനി ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് അതിൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്കോസ്പോർട്ട് ഡീസലാണ്, മാനുവലാണ്. ക്രെറ്റ ഇലക്ട്രിക് ആണ്, ഓട്ടോമാറ്റിക് ആണ്. പവർ ഡെലിവറി എന്ന് പറയുന്നത് മറ്റേ എക്കോസ്പോർട്ടിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ടർബോലാഗ് ഉണ്ട്. പക്ഷേ ഒരു മിഡ് റേഞ്ചിൽ നമ്മളിങ്ങനെ ഓടിച്ചൊക്കെ പോകുന്ന സമയത്ത് നല്ല പഞ്ച് കിട്ടുന്ന ഒരു എഞ്ചിനാണ്. ഇനി ക്രെറ്റ EVയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് EV ആണ്. അതിന് ഇൻസ്റ്റൻറ്റ് ടോർക്കാണ്. ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റയടിക്ക് കുതിച്ച് കയറി പോകുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ കംഫർട്ടിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈ സ്പീഡിൽ നല്ല സ്റ്റെബിലിറ്റി നമുക്ക് എക്കോസ്പോർട്ട് നൽകും. പക്ഷേ അതിന് റിയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് ബ്രേക്കിങ്ങിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ഇപ്പോൾ ഫീൽ ചെയ്യാം. പക്ഷേ സിറ്റിയിൽ നമ്മൾ ഈ ക്ലച്ച് ചവിട്ടി നമ്മുടെ കിളി പോവും. നേരെ മറിച്ച് നമ്മുടെ ക്രെറ്റ EVയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഡീസൽ എഞ്ചിൻ പോലുള്ള വൈബ്രേഷൻ ഒന്നുമില്ല, ഗിയർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. ബ്രേക്കിങ്ങും വളരെ കുറച്ച് മതി, കാരണം റീജനറേഷൻ മോഡുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ സിറ്റി ഡ്രൈവിങ്ങിൽ നമ്മൾ ഒരു 3rd ലെവൽ റീജനറേഷൻ മോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി തന്നെ നമ്മൾ ആക്സിലേറ്റർ എടുക്കുന്ന സമയത്ത് തന്നെ ബ്രേക്ക് ചെയ്തോളും. ഇനി യാത്രക്കാരുടെ കംഫർട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓടിക്കുന്ന ആൾക്ക് നല്ല സുഖമാണെന്നുണ്ടെങ്കിലും ഇതൊരു ഡ്രൈവേഴ്സ് കാറാണല്ലോ എക്കോസ്പോർട്ട്. പക്ഷേ അകത്തേക്ക് എഞ്ചിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ വരുന്നതുകൊണ്ട് ലോങ് പോകുന്ന സമയത്ത് സഹയാത്രികർക്ക് അത്ര വലിയ രസമുള്ളൊരു അനുഭവമായിരിക്കില്ല. ഈ EVയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. അതിൽ ഈ കാറ്റിൻ്റെ ഒച്ച മാത്രമേ കേൾക്കത്തുള്ളൂ, വേറെ വലിയ കാര്യമായിട്ടുള്ള ഒച്ചയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റുകൾ, ഡാഷ്ബോർഡിൻ്റെ കുഞ്ഞു ഞരക്കങ്ങളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും എന്നുള്ള യാഥാർത്ഥ്യമാണ്. മറ്റേത് നമ്മൾ കാല് കൊടുക്കുമ്പോൾ നമ്മളൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ വളരെ തിരക്കിട്ട് പോകുന്ന സമയത്ത് കാല് കൊടുക്കുന്ന സമയത്ത് വണ്ടിയും ആ ഒരു കലിപ്പിൽ തന്നെയാണ് എഞ്ചിൻ്റെ ഒച്ച കേൾപ്പിക്കുക. മൊത്തത്തിലൊരു ബഹളമൊക്കെ ആയിരിക്കും. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരം, ഇനി വണ്ടി വാങ്ങുന്ന ആളുകളൊക്കെ EV കാറുകൾ വാങ്ങണോ? അതാണോ ലാഭം? ഇവിടെ ഞാൻ പറയുന്നത് എൻ്റെയൊക്കെ ഒരു റേഞ്ചിലുള്ള ആളുകൾ, എന്നെപ്പോലെയൊക്കെ വാഹനം ഉപയോഗിക്കുന്ന, ഞാൻ ഉപയോഗിക്കുന്നത് പോലുള്ള വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്ഫ്രണ്ട് കോസ്റ്റ് വളരെ കൂടുതലാണ്. ഒരു 20 ലക്ഷത്തിന് മുകളിലൊക്കെ മുടക്കിയെങ്കിൽ മാത്രമേ ഒരു 500 റേഞ്ച് കിട്ടുന്ന ഒരു കാറ് നിലവിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ 20 ലക്ഷം നമ്മൾ മുടക്കുന്ന സമയത്ത് ലോണൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റേറ്റിൽ കിട്ടണം. ഇപ്പോൾ എനിക്ക് 7.somethingലാണ് ലോൺ കിട്ടിയിരിക്കുന്നത്. ആ റേറ്റിലൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിത് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു വണ്ടി ആ ഒരു ലോൺ കൊണ്ട് വാങ്ങി മുന്നോട്ട് പോകണം. കാരണം ഇടയ്ക്ക് റിലയബിൾ അല്ലാത്തൊരു വണ്ടിയാണ് വിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് EV കാറുകളുടെ വില പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഹെവി ഇൻട്രസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അത് ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് ആണ്, പ്രൈവറ്റ് ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ ക്ലോസർ ചാർജ് ഇപ്പോൾ ഇല്ല എന്നൊക്കെ പറയുന്നു. അതൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തലവേദനയാണ്, കയ്യിൽ നിന്ന് ഒത്തിരി കാശ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയ, നിങ്ങളുടെ ഓട്ടത്തിന് പറ്റിയ ഒരു വണ്ടി എടുക്കുക എന്ന് പറയുന്ന സമയത്ത് EV എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒത്തിരി കാൽക്കുലേഷൻസ് നടത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒരു 80 കിലോമീറ്റർ റോഡുണ്ട്. ദിവസവും നിങ്ങൾ ചുരുങ്ങിയത് ഒരു 80 കിലോമീറ്റർ എങ്കിലും ഓടുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രോഫിറ്റ് ബേസിൽ നമുക്ക് ഈ EV അപ്ഗ്രേഡ് വർക്കൗട്ട് ആവത്തുള്ളൂ. പിന്നെ എല്ലാത്തിനും ഒരു പ്ലാനിങ് വേണം. EV ആവുന്ന സമയത്ത് ഇതൊരു പരീക്ഷണമാണ്. നാളെ ഇതിലും മികച്ച സാങ്കേതിക വിദ്യ വന്നേക്കാം. പിന്നെ EV കാറുകൾ എന്ന് പറയുന്നത് പ്ലാൻ ചെയ്തിട്ടുള്ള യാത്രകൾക്കേ പലപ്പോഴും പറ്റാറുള്ളൂ. ചാർജ് തീർന്നാൽ ജാറിലോ അല്ലെങ്കിൽ കുപ്പിയിലോ ഒന്നും നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് പറ്റത്തില്ലല്ലോ. ഇനി ചില ആളുകൾ ചോദിച്ച വളരെ പ്രസക്തമായിട്ടുള്ള മറ്റൊരു
ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഇതാണ് അവസാനത്തെ ഒരു ചോദ്യം കൂടുതൽ ആളുകൾ ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഞാൻ EV കാർ വിൽപ്പനയിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ടാറ്റയോ മഹേന്ദ്രയോ മറ്റു ബ്രാൻഡുകളോ തിരഞ്ഞെടുത്തില്ല? കാരണം ക്രെറ്റ EV വളരെ കുറച്ച് മാത്രം വിൽക്കപ്പെടുന്ന ഒരു വണ്ടിയാണ് എന്നുള്ളതാണ് എൻ്റെ അറിവ്. ടാറ്റ കാറുകളുടെ കാര്യത്തിൽ എന്താണ് എൻ്റെ ഉത്തരവ് എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പലപ്പോഴും ടാറ്റയുടെ വണ്ടികളുടെ ഫീച്ചേഴ്സൊക്കെ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ പറയാറുണ്ട്, ഈ തേങ്ങ എത്ര അരച്ചാൽ എന്താ, താളല്ലേ കറി. ഇവരുടെ സർവീസ് നന്നാവാതെ, സ്പെയർ പാർട്സുകളുടെ ക്വാളിറ്റി നന്നാവാതെ ഈ ടാറ്റ കാറുകളിൽ പൈസ മുടക്കിയിട്ട് ഒരു കാര്യമില്ല, പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. 20,000 കിലോമീറ്റർ മാത്രം ഓടിയ എൻ്റെ സുഹൃത്തിൻ്റെ കർവ് EV, അതിൻ്റെ മോട്ടർ വിണ്ട ഒരു ഫോട്ടോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യാം. എന്താണെങ്കിലും ഒരു സ്പെയർ മോട്ടർ വെച്ച് ഇപ്പോൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടി യാർഡിൽ അവരുടെ സർവീസ് സെൻറ്ററിൽ കിടക്കുന്ന ദിവസങ്ങളിൽ എന്തോ നഷ്ടപരിഹാരം നമുക്ക് എല്ലാ ദിവസവും തരുന്ന ഒരു സംവിധാനവും ടാറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പുതിയൊരു വണ്ടി വാങ്ങിയിട്ട് അതിൻ്റെ മോട്ടർ, അതായത് മറ്റ് കാറുകളുടെ എഞ്ചിൻ പോലെയുള്ള മോട്ടറൊക്കെ വിണ്ടുപോകുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സ്പെയറിൻ്റെ ക്വാളിറ്റി എന്താണ്? ഇത് ചോദിച്ച സമയത്ത് സർവീസ് സെൻറ്ററിലെ ടീമുകൾ പറഞ്ഞത് ടാറ്റയിൽ നിന്ന് ആൾ വരണം എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊന്നും ടാറ്റയിൽ നിന്നുള്ള ആളുകളല്ലേ, അല്ലെങ്കിൽ EV കാറുകളൊന്നും നന്നാക്കാൻ ഇവർക്ക് അറിയില്ലേ? എന്തൊക്കെയാണെങ്കിലും ആ ഒരു തലവേദന പിടിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് ടാറ്റ അങ്ങോട്ട് ഒഴിവാക്കിയത്. പിന്നെ ചിലരുടേത് ശരിയാകും, ചിലരുടേത് ശരിയാവത്തില്ല. എൻ്റെ ടാറ്റ എനിക്ക് ശരിയായില്ല, ഇനിയും അങ്ങനെ ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത് പരീക്ഷിക്കാനായിട്ടുള്ള കാശും എൻ്റെ കയ്യിലില്ല. എന്തൊക്കെയാണെങ്കിലും വേറെ ഇഷ്ടംപോലെ വണ്ടികളുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ടാറ്റ അങ്ങോട്ട് ഒഴിവാക്കിയത്. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം, മഹേന്ദ്ര. എന്തുകൊണ്ട് മഹേന്ദ്ര എടുത്തില്ല? മഹേന്ദ്ര നല്ല രസമുള്ള, കാണാൻ ഭംഗിയുള്ള കുറേയധികം വണ്ടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വണ്ടികളൊക്കെയാണ്. പക്ഷേ ഈ ടാറ്റയെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് മഹേന്ദ്രയ്ക്ക് സർവീസ് സെൻറ്ററുകൾ തന്നെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ EV ടെക്നോളജിയുടെ കാര്യത്തിൽ എത്രത്തോളം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എത്രത്തോളം അവരെ വിശ്വസിക്കാം എന്നുള്ള കാര്യത്തിലും എനിക്ക് വലിയ വ്യക്തതയൊന്നുമില്ല. പിന്നെ ഒരു പരീക്ഷണ വസ്തുവാകാൻ വേണ്ടി ഞാൻ തയ്യാറല്ല. ഡീസലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണും പൂട്ടി മഹേന്ദ്രയുടെ വണ്ടി വാങ്ങാനായിട്ട് ഞാൻ മടിക്കത്തില്ല. അടുത്തത് MG ഒരു പുതിയ ബ്രാൻഡാണ്. എൻ്റെ ബഡ്ജറ്റിൽ നിൽക്കുന്ന വണ്ടികളൊക്കെ അവർക്കുണ്ട്. ഈ വിൻസർ എനിക്കിഷ്ടമുള്ളൊരു വണ്ടിയായിരുന്നു, പക്ഷേ ഞാനത് ഓടിച്ച് നോക്കിയ സമയത്ത് അമിതമായിട്ടുള്ള ടച്ച് ഫംഗ്ഷനുകളാണ്, ഡിസ്പ്ലേയിലാണ് പ്രധാനപ്പെട്ട പരിപാടികൾ. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓരോ ചെറിയ കാര്യത്തിന് സ്ക്രീനിൽ നോക്കുക എന്ന് പറയുന്നത് എനിക്കെന്തോ രസമായിട്ട് തോന്നിയില്ല. ക്രെറ്റയിൽ കുറേയധികം സ്വിച്ചുകളൊക്കെ ഉള്ളത് എന്നെ കൂടുതൽ ആകർഷിച്ചു. കൂടാതെ ഈ ക്യാബിൻ നോയ്സ് ഉണ്ടല്ലോ, ഈ വണ്ടി ഓടുന്ന സമയത്ത് അകത്തേക്ക് വരുന്ന സൗണ്ട്, അതും കൂടുതലായിട്ട് എനിക്ക് തോന്നി. അത് ലോങ് ഡ്രൈവിൽ വലിയ ബുദ്ധിമുട്ടാണ്. ക്രെറ്റ EV ഓടിച്ചിട്ട് ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോയതുകൊണ്ടായിരിക്കാം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇനി BYDയിലേക്ക് വന്നു കഴിഞ്ഞാൽ EV ലോകത്തെ ഭീമന്മാർ അവരാണ്. BYD പക്ഷേ എൻ്റെ ബഡ്ജറ്റിൻ്റെ അപ്പുറത്താണ്, എനിക്കത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ കേരളത്തിലെ സർവീസ് നെറ്റ്വർക്കും അവർക്ക് ഇങ്ങനെ ആയി വരുന്നതൊക്കെ ഉള്ളൂ. പക്ഷേ എനിക്കിഷ്ടമാണ് അവരുടെ വണ്ടികൾ, അതിൻ്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ. എനിക്ക് നല്ല പൈസയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് BYDയുടെ രസമുള്ള മറ്റേ സെഡാൻ ടൈപ്പ് വണ്ടിയൊക്കെ എടുക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഹ്യൂണ്ടായി എന്തുകൊണ്ട് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും വലിയ കാര്യമായിട്ടുള്ള വിൽപ്പനയൊന്നും ഇല്ലാത്ത, ഒരു പുതുമയില്ലാത്ത ക്രെറ്റ EV എന്തുകൊണ്ട് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സിമ്പിളായിട്ടുള്ള എൻ്റെ തന്ത വൈബിലുള്ള ചില കാരണങ്ങളൊക്കെ ഉള്ളൂ. ഈ മാരുതി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർവീസ് സെൻറ്ററുകൾ ഞാൻ കണ്ടിട്ടുള്ള ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ബ്രാൻഡ് ഹ്യൂണ്ടായാണ്. അപ്പോൾ അത് നൽകുന്ന ഒരു ആത്മവിശ്വാസം ചെറുതായിട്ട് ഞാൻ ഈ ഒരു ഘട്ടത്തിൽ, റിലയബിലിറ്റിയെ കുറിച്ചിട്ട് മനസ്സിലാക്കിയ ഒരു ഘട്ടത്തിൽ ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. പിന്നെ അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു EV പാരമ്പര്യം ഉണ്ടല്ലോ, ഹ്യൂണ്ടായുടെ EV പാരമ്പര്യം. ടാറ്റ EVകളൊക്കെ ഇറക്കുന്നതിന് മുൻപേ തന്നെ ഹ്യൂണ്ടായി ആഗോളതലത്തിൽ EV കാറുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അവരുടെ കൊണ കാറ്, അയോണിക് എന്നീ മോഡലുകളൊക്കെ വർഷങ്ങളായിട്ട് നമ്മുടെ നിരത്തിലുണ്ട്. ഹ്യൂണ്ടായുടെ EV കാറുകളൊന്നും ഉപയോഗിക്കുന്ന ആളുകൾ അങ്ങനെ പരാതിയും പരിഭവമൊന്നും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കുറേ നോക്കി. ഇപ്പോൾ ടാറ്റയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ പരാതികൾ നമുക്ക് കേൾക്കാൻ പറ്റും. ആരും അങ്ങനെ പരാതിയൊന്നും പറഞ്ഞു കേട്ടില്ല. എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും വളരെ സമാധാനത്തിൽ എന്നെയൊക്കെ പോലെ ഒതുങ്ങി ഇങ്ങനെ നൈസായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. അതേപോലെ തന്നെ ഹ്യൂണ്ടായുടെ വണ്ടി എടുത്തിട്ടുള്ള ആളുകളൊക്കെ പിന്നെയും ഹ്യൂണ്ടായിലേക്ക് തന്നെ പോകുന്ന ചില പതിവൊക്കെ ഇങ്ങനെ നമ്മൾ ചുറ്റുപാടുകളിലും കാണാറുണ്ട്. എടുത്തു കഴിഞ്ഞ സമയത്താണ് മനസ്സിലായത്, മറ്റുള്ള ചില ടാറ്റ മഹേന്ദ്ര EVകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഭയങ്കര സ്മൂത്താണ് വണ്ടി. പിന്നെ ആഡംബരമല്ലല്ലോ. ഇപ്പോഴത്തെ എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് സമാധാനമാണ്. എനിക്ക് വലിയ വലിപ്പമുള്ള വണ്ടിയോ അല്ലെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന സ്റ്റൈലോ അട്രാക്റ്റീവായിട്ടുള്ള കളറോ ഒന്നും വേണ്ടായിരുന്നു. എനിക്ക് ഇന്ന് പ്രധാനം എന്ന് പറയുന്നത് സമാധാനമാണ്, പീസ് ഓഫ് മൈൻഡ്. അതോടൊപ്പം ചിലവ് കുറഞ്ഞ യാത്രാ സൗകര്യം, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ വഴിയിൽ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുമെന്ന് പേടിയില്ലാതെ വണ്ടി എപ്പോഴും സർവീസ് ചെയ്യാനായിട്ട് സൗകര്യമുള്ള, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ടെക്നോളജി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി വേണമെന്നുണ്ടായിരുന്നു. അതിന് ഞാൻ നോക്കിയപ്പോൾ അനുയോജ്യം ഈ ഹ്യൂണ്ടായി ക്രെറ്റ തന്നെയാണ്. പിന്നെ ഈ പൈസയ്ക്ക് ഈ വണ്ടി വാങ്ങണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്തിരി പൈസ കൂടുതലാണ്. എന്നെപ്പോലെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് റിലയബിലിറ്റി വേണം, വിശ്വസിക്കാൻ കൊള്ളാവുന്ന കമ്പനി ആയിരിക്കണം, ഒത്തിരി സർവീസ് സെൻറ്റർ വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതല്ലാതെ വേറെ അധികം ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ട്രൈ ചെയ്യാം. ഇപ്പോൾ മാരുതിയുടെ പുതിയ വിറ്റാർ വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയ വണ്ടിയാണ്, കുറേ കാത്തിരുന്നു.
പക്ഷെ അവർ പ്രൈസ് ലിസ്റ്റ് പുറത്ത് വിട്ടില്ല. അതേപോലെ തന്നെ പിന്നെ ഓടിച്ച സുഹൃത്തുക്കളിൽ ചില ആളുകൾ അതും ക്രെറ്റയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറഞ്ഞ സമയത്ത് ക്രെറ്റ നന്നായിട്ട് തോന്നി, പിന്നെ ഇട ഇത്തിരി കുറവാണ് എന്നൊക്കെ കേട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്രെറ്റയിലേക്ക് പോയി. നമുക്ക് പുതിയൊരു കാര്യത്തിലേക്ക് പോകാനായിട്ട് ഇപ്പോഴും നല്ല പേടിയുണ്ട് കേട്ടോ. ആ ഒരു ട്രോമ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയിരുത്തലുകൾ, അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയ ചില കാര്യങ്ങളാണ് പങ്കുവച്ചത്. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.